ഒരു ഉന്മാദിനിയെ പോലെ ഞാൻ ചിലപ്പോൾ കഥ എഴുതും, കവിത എഴുതും, ലേഖനം എഴുതുന്നു, ബാലസാഹിത്യം, ജീവചരിത്രം, പരിഭാഷ. അത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ഊർജ്ജസ്വലമാക്കി നിർത്താൻ യാത്ര സഹായിക്കും. ആധുനിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തോ അതാണ് പ്രണയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും അവിടെ പോയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, സുധീര, ഗർഗഭാഗവതത്തിലുണ്ട് കേട്ടോ അത്, ഞാനത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഈ ഗർഗഭാഗവതം തെരഞ്ഞുപോയി. ടി വാസുദേവൻ നായർ എന്ന ഈ മഹാസാഹിത്യകാരനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അപ്പോൾ അതിൽ ഒരുവൾ മാത്രമാണ് ഞാൻ. പക്ഷേ കുട്ടിക്കാലം മുതൽക്ക് ടി എല്ലാവർക്കും കത്തെഴുതുന്ന കേട്ടോ. കുട്ടികളൊക്കെ കത്തെഴുതിയ മറുപടി എഴുതും. അതേപോലെ ഞാൻ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വായിച്ചെഴുതിയ കത്തിന് മറുപടി വന്നിരുന്നു. പിന്നെ കുറച്ച് വലുതായി എഴുതാൻ തുടങ്ങിയതിന് ശേഷം മാതൃഭൂമിയുടെ പുരസ്കാരം ലഭിച്ചപ്പോഴാണ്, ഗൃഹലക്ഷ്മിയുടെ 2-3 പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയിരുന്നു. അപ്പോഴാണ് ടി എന്നോട് പറഞ്ഞത്, ഉള്ളിലെ കനൽ കെടാതെ സൂക്ഷിക്കണം. അങ്ങനെ ആ സമയത്ത് മാതൃഭൂമിയിൽ കുറച്ച് കഥകളും വന്നിരുന്നു. പിന്നെ അദ്ദേഹം പറയും, മുൻനിരയിലുള്ള എഴുത്തുകാർക്കൊപ്പം വരണം എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ടിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണം തോന്നാൻ കാരണം, ആദ്യം അദ്ദേഹത്തിന് ഒരു അഭിമുഖം വേണമെന്ന് പറഞ്ഞിട്ട് കേരള കൗമുദി എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് അഭിമുഖം തന്നു. അങ്ങനെ 2-3 ദിവസം ഇരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, അല്ല ഞാൻ കുറേ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാനൊരു പുസ്തകം എഴുതിയാലോ ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പോൾ ആവട്ടെ പറഞ്ഞു. അങ്ങനെ സാറിന് സൗകര്യമുള്ള സമയത്ത് ഞാൻ സംസാരിക്കും. അങ്ങനെയൊക്കെ 2-3 വർഷത്തെ അധ്വാനമാണ് കേട്ടോ ഈ പുസ്തകം, ടി ഏകാഗിതയുടെ വിസ്മയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം. അപ്പോൾ ഇതിൽ വേണ്ട മറ്റ് ഒരുപാട് പേര് ടിയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇത് കുറച്ചും കൂടെ വേറിട്ട രീതിയിലാണ് ഞാൻ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങൾ മാത്രമല്ല, പിന്നെ കുറച്ച് കഥകളും നോവലുകളും, അതേപോലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകളെ ഞാൻ അപഗ്രഥനം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സിനിമയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയായാലും സംവിധാനമായാലും പിന്നെ ഒക്കെ അദ്ദേഹം വളരെ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ. 50-ലധികം തിരക്കഥ എഴുതിയ ആളാണ് അദ്ദേഹം. 53 തിരക്കഥയോ മറ്റോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുകയും അതിനെപ്പറ്റി എഴുതുകയും ചെയ്തു. ആ പുസ്തകം ആ ഒരു അനേക വർഷത്തെ എൻ്റെ ഒരു സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ കഥാസമാഹാരത്തിൻ്റെ പേര് ആകാശചാരികൾ എന്നാട്ടോ. അപ്പോൾ ഈ ആകാശചാരികൾ പബ്ലിഷ് ചെയ്തത് മാതൃഭൂമിയിലാണ്. അത് ശരിക്കും ടിനെ പോലുള്ള ആളെ പറ്റിയിട്ടുള്ള കഥയാണത്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൊക്കെ ആകാശചാരികളാണ് എന്നൊക്കെ പറയുന്ന, നമ്മുടെ മനസ്സെപ്പോഴും ഗഗനചാരികളാണ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഉള്ളൊരു കഥയാണത്. അപ്പോൾ ആ കഥ പിന്നെ പുസ്തകമാക്കിയ സമയത്ത് ആദ്യത്തെ കൃതി അതാണ്. DC ബുക്സാണ് പുറത്തിറക്കിയത്. അപ്പോൾ ആ കഥയ്ക്ക് കുറച്ച് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടായി. ലളിതാംബിക അന്തർജനത്തിൻ്റെ പേരിലുള്ള യുവ സാഹിത്യകാരിക്കുള്ള പുരസ്കാരം, അങ്ങനെ ദുബായിൽ നിന്നൊക്കെ ഉള്ള കുറച്ച് അവാർഡുകളൊക്കെ വന്നിരുന്നു അതിന്. ഞാനത് പിന്നെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. കാരണം അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കഥാകാരിയാണ്. കഥകൾ എഴുതുന്നതിലാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷം കണ്ടെത്തുന്നത്. ഏറ്റവും പ്രയാസമുള്ളതും കഥ എഴുതാനാണ്. അങ്ങനെ കുറച്ച് സാധാരണ കഥ എഴുതിയവരൊക്കെ നോവൽ എഴുതും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എനിക്ക് എന്തൊക്കെയാണോ എഴുതാൻ തോന്നുന്നത്, ഓരോ തരം ഉന്മാദമാണല്ലോ ഓരോ എഴുത്തും. അപ്പോൾ അങ്ങനെ ഒരു ഉന്മാദിനിയെ പോലെ ഞാൻ ചിലപ്പോൾ കഥ എഴുതും, കവിത എഴുതും, ലേഖനം എഴുതുന്നു, ബാലസാഹിത്യം, ജീവചരിത്രം, പരിഭാഷ, അങ്ങനെ കത്തുകൾ അതിൽ വരെ ഞാൻ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 10-12 ശാഖകൾ, സാഹിത്യ ശാഖകൾ എങ്ങനെ ഉണ്ടായി വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിനെപ്പറ്റി ബോധവതി ആയിരുന്നില്ല. അങ്ങനെ എനിക്ക് ബീഹാറിൽ നിന്നും ഒരു പിന്നെ വിക്രംശില യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ഡോക്ടറേറ്റ് വന്നിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പ്രൊഫസർമാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോഴാണ് അവർ ഈ വിദ്യാവാചസ്പതി തരാനാണെന്ന് എനിക്കറിയില്ല. പനോളി സാറിന് കിട്ടിയിട്ടുണ്ടല്ലോ, അതേപോലത്തെ ഒരു ഡോക്ടറേറ്റ് ആണത്, ഓണററിയാണ്.
അപ്പോൾ അവർ വന്നിട്ട് ഈ രാത്രി ഞാൻ 8:30 മണിയായിട്ടായിട്ടോ ബാങ്കിൽ നിന്ന് നന്ദി ബസാറിൽ മാനേജറായി ഇരിക്കുമ്പോഴാണ് ഗ്രാമീൺ ബാങ്കിൻ്റെ. അപ്പോൾ അന്ന് ഞാൻ വരുന്ന സമയത്ത് രാത്രി ഞാൻ വന്നിറങ്ങിയപ്പം അന്ന് അവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് വന്നത്, ലേറ്റ് ആയതുകൊണ്ട്, നന്ദി ബസാറിന്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ വീടിൻ്റെ മുന്നിലുണ്ട് കുറേ ആൾക്കാർ നിൽക്കുന്നു, 3-4 പേര്. അപ്പോൾ ഞാൻ പേടിച്ചു, വീട്ടിൽ ലൈറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ ഭർത്താവൊക്കെ മോനൊക്കെ വന്നിട്ട് അവർ പുറത്ത് പോയതാണ്, ഞാൻ വരാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ അങ്ങനെ അവർ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇവരിങ്ങനെ അകത്ത് കയറി ഇത്ര ലേറ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇത്ര നേരം ഞങ്ങൾ ബാങ്കുകാർക്കൊന്നും സമയമില്ലല്ലോ പറഞ്ഞു. അങ്ങനെ അവർക്ക് തുറന്ന് ചായയൊക്കെ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അവർ പറഞ്ഞു മാഡത്തിൻ്റെ പുസ്തകമൊക്കെ ഒന്ന് കാണണം. അപ്പോൾ എനിക്കൊരു റാക്ക് ഉണ്ട്, എല്ലാ ബുക്സും ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ റാക്കിൽ. അപ്പോൾ ഞാൻ ഓരോന്ന് എടുത്തിട്ട് എന്താ ചോദിക്കുമ്പോൾ പറയുന്നത് കഥ, അത് കവിത, അത് ലേഖനം, ഇത് ബാലസാഹിത്യം, ജീവചരിത്രം, യാത്രാവിവരണം, ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അന്ന് 10 സാഹിത്യശാഖയിലാണ് ഞാൻ എഴുതിയത് കേട്ടോ. അന്ന് 60 ബുക്സേ ഉള്ളായിരുന്നു. അപ്പോൾ ആ സമയത്ത് 2010 എനിക്ക് തോന്നുന്നത്. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇത്രയും ബ്രാഞ്ചിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ മാഡം 10 സാഹിത്യശാഖയിൽ എഴുതിയല്ലോ എന്ന് അവർ എഴുതിയെടുത്തിട്ട് അവരിങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണോ എന്ന് ഞാൻ അതിശയിച്ച്. ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല, ഞാൻ എന്താ എഴുതുന്നത്, ഓരോന്നിനും ഓരോ കമ്പം തോന്നുന്നു. അപ്പോൾ യാത്ര ചെയ്ത് വന്നാൽ അത് നമ്മളെ വായനക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പോൾ അതിനു വേണ്ടി ഞാൻ അതെഴുതുന്നു. കഥയൊക്കെ പിന്നെ ഭയങ്കര ആറ്റി കുറുക്കിയിട്ട് വേണമല്ലോ, കഥ എഴുതാനാണ് ഏറ്റവും പ്രയാസം, ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും 2 തരത്തിലുള്ള യാത്ര ഉണ്ട്, ഒന്ന് ആന്തരികവും ഒന്ന് ബാഹ്യവും. അപ്പോൾ എഴുത്തുകാരായ നമ്മളൊക്കെ തന്നെ ആന്തരികമായി എത്രയോ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷെ ബാഹ്യയാത്ര നമുക്ക് നമ്മുടെ കാലുകൾക്ക് ഊർജം നൽകുമെന്ന് എനിക്ക് തോന്നില്ല, കാലുകൾക്ക് കരുത്ത് നൽകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്ര യാത്ര ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ 86 പുസ്തകം എഴുതാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും, കാരണം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ഊർജ്ജസ്വലമാക്കി നിർത്താൻ യാത്ര സഹായിക്കും. കാലുകൊണ്ടല്ല ഞാൻ സഞ്ചരിക്കുക, മനസ്സുകൊണ്ടാണ് എവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ ആ നാടിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി, അവിടുത്തെ നാട്ടുകാരുടെ ജീവിത രീതി, അല്ലാതെ ഞാനുണ്ടതും ഉറങ്ങിയതും പിന്നെ ഹോട്ടലിൽ താമസിച്ചോന്ന് ഞാൻ എഴുതാറില്ല. ആ നാടിൻ്റെ സംസ്കാരത്തെയും സംസ്കൃതിയെയും സ്വാംശീകരിക്കുകയും അത് നമ്മുടെ വായനക്കാരിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും എല്ലാ ഭൂഖണ്ഡങ്ങളിലൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ 6 ഭൂഖണ്ഡങ്ങൾ സന്ദർശിച്ചപ്പം MT ആണ് എന്നോട് പറഞ്ഞത്, കുട്ടി എല്ലാം കൂടെ ഒരു വലിയ പുസ്തകമാക്കണം, ചെറിയ പുസ്തകം വേണ്ട, ഒരു വലിയ ബുക്കാക്കുക. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ആശയം വന്നത്. അപ്പോൾ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് 6 ഭൂഖണ്ഡങ്ങളിലൂടെ, അന്റാർട്ടിക്ക ഒഴികെയുള്ള ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഈ യാത്രയൊക്കെ ഞാൻ സോളോ ആയിട്ട് നടത്തിയതല്ല, എഴുത്തുകാരുടെ സമ്മേളനങ്ങൾക്ക്, സെമിനാറുകൾക്ക് ഒക്കെ ക്ഷണിക്കപ്പെടുമ്പോൾ പോകുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ നമ്മളെല്ലാ സ്ഥലവും കാണാൻ കൊണ്ടുപോകല്ലോ, എല്ലാവരും കണ്ടുവരുന്ന പോലെയല്ല ഞാൻ വരിക. ഞാൻ അതിൻ്റെ കടലിൻ്റെ അടിയിൽ പോയിട്ട് മുത്തും പവിഴവും വാരി വരുന്ന പോലെ അനുഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഈ കൊറോണ കാലത്താണ് ഞാൻ കൂടുതലും എഴുതിയത്. ഈ ഇതിൽ ഓസ്ട്രേലിയനെ പറ്റിയൊക്കെ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്, പിരമിഡുകളെ പറ്റിയും. അപ്പം കുറേ അറിയാത്ത, ഓസ്ട്രേലിയയിൽ പോയ കങ്കാരു എന്താണ്, കങ്കാരുവിന് 2 വർഷം കൂടുമ്പോഴാണ് കങ്കാരു പിന്നെ ഒരു കുട്ടി ജനിക്കുള്ളൂ. പിന്നെ 2 മാസം കഴിഞ്ഞാൽ എംബ്രിയോ പുറത്ത് വന്നിട്ട് പുറത്തുനിന്നാണ് പിന്നെ ആ കുട്ടി വളരുന്നത്. ആ കുട്ടി അമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിച്ചുകൊണ്ടാണ് ഈ കങ്കാരു പിന്നെ വളർന്ന് ഇതാവുന്നത്. പിന്നെ അടുത്ത കൺസീവ് ചെയ്യുന്നത് വരെ ഈ കുട്ടി ഈ അമ്മയുടെ നെഞ്ചിൽ നിന്ന് മാറില്ല. പിന്നെ അതിനെ ആ സഞ്ചിയിലേക്ക് മാറ്റിയിട്ടാണ് അടുത്ത പ്രസവം. ഇപ്പോൾ ഒരു പ്രസവത്തിൽ ചിലപ്പോൾ 1-2 കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുറേ അനുഭവം രസകരമായ. പിന്നെ പിരമിഡ് എന്താണ്, ഒരു മമ്മീനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മമ്മികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അന്നത്തെ രാജാക്കന്മാരുടെ അവസ്ഥ. കാരണം അത് വലിയ അന്ധവിശ്വാസം, ജഡിലമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പിരമിഡ്. കാരണം രാജാക്കന്മാർ വിചാരിക്കുന്നത് രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഈ ശവകുടീരത്തിൽ അടക്കുകയും അതിൻ്റെ അകത്ത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സമ്പത്തും ദ്രവ്യങ്ങളും എല്ലാം അവർ ഇതിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. ഈ ഖബറിൻ്റെ അത് ഈ എന്താ പറയുക, ഈ കുടീരത്തിൽ എല്ലാം വെച്ചിട്ട് വലിയ ജാറുകളിലാക്കിയിട്ട് പിന്നെ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കും, രത്നമാലകൾ അണിയിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എത്രയോ മസ്ലിൻ തുണികൾ 7 ചുറ്റുന്നു, കണ്ണുകളൊക്കെ തുരന്നെടുത്തിട്ട് അതിന് പകരം കല്ല് വെക്കുന്നു. അപ്പോൾ അവരെന്താണ്, വലിയ ഉരുളൻ കല്ലുകളാണ് അത്ര വെക്കുക കണ്ണിന് പകരം. പിന്നെ ഇവിടെ അങ്ങനെ സൈഡ് കീറിയിട്ട് അവിടുന്ന് എല്ലാ സാധനങ്ങളും പുറത്തെടുത്തിട്ട് അതിലൊക്കെ ഈ ഒരുതരം മരുന്ന് നിറക്കി അത് ചീത്തയാവായിരിക്കും. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ടുള്ള മമ്മികളെ നമ്മൾ കണ്ടു കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ.
അപ്പോൾ അതൊക്കെ ഈ അനുഭവങ്ങളൊക്കെ വായനക്കാർക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ ഈ അന്ധവിശ്വാസം എന്താ വെച്ചാൽ ഈ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും, അപ്പോൾ അദ്ദേഹത്തിന് ഇതേ സമ്പത്തും ദ്രവ്യങ്ങളും അദ്ദേഹത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ. പക്ഷെ അതൊക്കെ പിന്നെ ഈ പിന്നീട് വന്നിട്ടുള്ള ചോരന്മാർ വന്ന് എല്ലാം കവർന്നുകൊണ്ട് പോയി എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പം ശരിക്കും നമുക്ക് ജീവിതത്തിൽ ഇന്ന് ആധുനിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തോ അതാണ് പ്രണയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പ്രണയത്തിനൊക്കെ പുതിയ പുതിയ മാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ആൾ തന്നെ പലരെയും പ്രേമിക്കാൻ വരെ തയ്യാറാവുന്ന തരത്തിലുള്ള രീതിയിലേക്ക് നമ്മുടെ ആധുനികമായ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രണയം എന്ന് പറഞ്ഞാൽ ഈ ജീവിത പ്രണയത്തിൻ്റെ മറ്റൊരു ഭാവമാണ് കേട്ടോ. നമുക്ക് ഈ ജീവിത പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യർ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ വറ്റി വരണ്ട് ഉഷരമായൊരു മനസ്സോടുകൂടി ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്രണയ കവിതകളൊക്കെ ഞാൻ 4 വരി ദിവസം ഫേസ്ബുക്കിലിടുമ്പോൾ ആൾക്കാർ പറയും, മേഡം ഇതാണ് ഞങ്ങളെ ജീവിപ്പിക്കാനുള്ള നല്ല വരികൾ, അതിന് നിങ്ങളുടെ ഒരു തീർത്ഥം പോലെ ഞങ്ങൾ ഇതിന് 4 വരി കവിതകളെ ഞങ്ങൾ കാണുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പ്രണയിക്കുന്ന ആളുടെ ഭാരങ്ങൾ ലഘൂകരിക്കുകയും സ്വന്തം ഭാരങ്ങളെ തൃണവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രണയത്തിന് പ്രായമില്ല, മരണമില്ല, പ്രണയം മരണത്തെ അറിയുന്നില്ല, രോഗത്തെ അറിയുന്നില്ല. അപ്പം ജീവിക്കാനുള്ള ഒരു മോഹം മനുഷ്യരിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിന് ഉപാധികളില്ലാതെ പ്രേമിക്കണം എന്നാണ് എൻ്റെ കഥകളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഞാൻ എഴുതുന്ന തരത്തിലുള്ള പ്രണയമൊന്നും ഈ ലോകത്തിൽ ആരോടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്താണോ മനുഷ്യർക്ക് ഏത് തരം പ്രണയമാണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ രാധാകൃഷ്ണ പ്രണയം എന്ന് പറഞ്ഞാൽ ഉപാധിയില്ലാത്ത പ്രണയമായിരുന്നു. അത് ഞാൻ ആലോചിച്ചപ്പം ഈ രാധയുടെയും കൃഷ്ണൻ്റെയും പ്രണയം നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഹരിനാമകീർത്തനം എടുത്തു നോക്കും, മഹാഭാഗവതം എടുത്തു നോക്കും, മഹാഭാരതം എടുത്തു നോക്കും, ഒന്നിലും രാധ ഇല്ല, കൃഷ്ണനുണ്ട്. പക്ഷെ കൃഷ്ണന് രാധ ഇല്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കൃഷ്ണൻ്റെ പ്രണയം, കൃഷ്ണനാണ് രാധയേക്കാൾ പ്രേമുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രണയത്തിനെ കുറിച്ച് ആഘോഷമായിട്ട് ഞാൻ എഴുതി. അത് എന്തിലാണ് ഉണ്ടാവുകയെന്ന് ഞാൻ കുറേ ആലോചിച്ച് നോക്കി. അങ്ങനെ എനിക്ക് ചെറിയ നമ്പൂതിരി ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഗർഗഭാഗവതം. ഈ കോട്ടയ്ക്കൽ ആര്യവേദശാലേൻ്റെ ഒരു ചെറിയ നമ്പൂരി ഉണ്ട്, അദ്ദേഹം മരിച്ചുപോയി, വൈദ്യർ. അപ്പോൾ ഞാൻ ഒരിക്കൽ അവിടെ പോയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, സുധീര ഗർഗഭാഗവതത്തിലുണ്ട് കേട്ടോ, ഞാനത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഈ ഗർഗഭാഗവതം തിരഞ്ഞുപോയി. ഗർഗഭാഗവതത്തിലാണ് രാധയെപ്പറ്റി വളരെ ആഘോഷമായിട്ടുള്ളത്, രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് രാധയോട്, നിൻ്റെ പാലിൽ വെളുപ്പ് പോലെയാണ് രാധയെ നീയും ഞാൻ തമ്മിലുള്ള ബന്ധം, നീ എന്തിനാ പിന്നെ ഭയപ്പെടുന്നതെന്ന് ചോദിക്കും. രാധയ്ക്ക് എപ്പോഴും ഭയമാണ് തൻ്റെ പ്രണയം പങ്കിട്ട് പോകുമ്പോൾ കൃഷ്ണൻ മറ്റാരെങ്കിലും പ്രേമിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ അദ്ദേഹം ഭക്തന്മാരോട് എന്താ പറഞ്ഞറിയോ, നിങ്ങൾ രാന്ന് വിളിക്കുമ്പോഴേക്കും ഞാൻ നിങ്ങളെ പിന്നാലെ വരും, രാധ എന്നാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ പിന്നെ എൻ്റെ സർവസ്വം നിങ്ങൾക്ക് തരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയ്ക്ക്. അപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്, രാധേശ്യാം രാധ, അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയാം. അത് കൃഷ്ണന് രാധയോടുള്ള പ്രേമമാണ് അതിൽ കാണിക്കുന്നത്. രാധാകൃഷ്ണൻ തന്നെ പറയാം, കാരണം രാധയുടെ കൃഷ്ണൻ. അപ്പോൾ ആ രീതിയിൽ അതിന് പല മാനങ്ങളുള്ള വലിയൊരു നോവലാട്ടോ, എൻ്റെ ഏറ്റവും വലിയ നോവലാണ്, 86 ചാപ്റ്ററുള്ള, എഴുതിയാലും തീരാത്ത. അപ്പോൾ അതിൽ കൃഷ്ണൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നത് വരെ, കൃഷ്ണൻ്റെ കാലിൽ അമ്പേറ്റിട്ട് കൃഷ്ണൻ തിരിച്ചു പോകുന്നത് വരെയുള്ള ഒരു കഥയാണ്. അപ്പം അതിൽ രാധാകൃഷ്ണ പ്രണയമാണ് അധികം ഉള്ളത്. മഹാഭാരത യുദ്ധമുണ്ട്. അപ്പോൾ അത് മാതൃഭൂമിയാണ് ഇറക്കിയത്. ഇപ്പോഴും ആളുകൾ അതിൻ്റെ കോപ്പി ചോദിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഇനി എനിക്ക് അന്റാർട്ടിക്കയിൽ പോകാൻ മോഹമുണ്ട്. പക്ഷെ അന്റാർട്ടിക്കയിൽ പോകുന്ന അവിടുത്തെ കാലാവസ്ഥ നോക്കിയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അതിനിപ്പോൾ ഗ്രൂപ്പുകളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ നമ്മളങ്ങനെ സാഹിത്യ സമ്മേളനമൊന്നും അവിടെ വെച്ചുണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. അവിടേക്ക് ഇപ്പം നാളൊരു ഗ്രൂപ്പ് എന്നെ ഫോൺ ചെയ്തിരുന്നു, മാഡം 6 ഭൂഖണ്ഡം പോയില്ല, ഇനി 7ാമത്തെ ഇതിന് പോയിക്കൂടെ, ഞങ്ങൾ പോകുന്നുണ്ടെന്ന്. 10 ലക്ഷത്തിലധികം വരും അത്ര ചിലവ്. പക്ഷെ അങ്ങനെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അന്റാർട്ടിക്ക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്, വിദൂരതയിലുള്ളൊരു സ്വപ്നം. അത് സാക്ഷാത്കരിക്കൂല എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു സ്വപ്നം.
നാടകത്തിൽ ഞാൻ ഇതുവരെ കൈവച്ചിട്ടില്ല. പക്ഷെ നാടകം എനിക്കിഷ്ടമാണെങ്കിലും കൂടി ചെറിയ നാടകങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പലരും പറഞ്ഞിട്ട് ഇപ്പോൾ സ്ത്രീകളെ ഒരു പ്രശ്നത്തിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ നാടകം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള രൂപമാണെങ്കിലും കൂടി ഞാൻ എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു പുസ്തകം.